അപ്പൊ ഗൈസ് എലക്ഷൻ കഴിഞ്ഞു. ഓക്കെ, എലക്ഷൻ കഴിഞ്ഞ് പഞ്ചായത്ത് എലക്ഷൻ കഴിഞ്ഞ് ഇലക്ഷന്റെ റിസൾട്ടും വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM CPIയും പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി LDF മത്സരിച്ചു. മത്സര രംഗത്ത് ഉണ്ടായിരുന്നു. പക്ഷെ 900 സംതിങ് സീറ്റ് പഞ്ചായത്തുകളിൽ മെജോറിറ്റി എന്താ പറയാ നേടിക്കൊണ്ടാണ് കോൺഗ്രസ് ഒരു വമ്പിച്ച വിജയം നേടി. UDF ഗവൺമെന്റ് ഗവൺമെന്റ് അല്ല, പാർട്ടി വമ്പിച്ച ഒരു വിജയമാണ് നേടി. അറിയാലോ, 504 പഞ്ചായത്താണ് UDF ഭരിക്കാൻ പോണത്. ബാക്കി 300 സംതിങ് LDFും ഒരു 30 സംതിങ് BJPയും. അറ്റ് ദ സെയിം ടൈം BJPന്റെ ഭരിക്കുന്ന പഞ്ചായത്തുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. BJP ഭരിക്കുന്ന പഞ്ചായത്തുകളുടെ എണ്ണം കൂടാനുള്ള പ്രധാന കാരണം CPIയും CPMും വോട്ട് ചോർത്തിയിട്ടുണ്ട്. ഓലെ ഭരണം ജനങ്ങൾക്ക് എന്ത് ചെയ്തിട്ടില്ല, തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓക്കെ, പിന്നെ അറിയാലോ BJP ചെയ്യുന്നത് ഒരു വർഗീയത പറഞ്ഞിട്ട് വോട്ട് പിടിച്ച ആൾക്കാരാണ്. അത് വേറെ കാര്യം. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ ആര് CPMന് LDFന് വോട്ട് കൊടുക്കരുത്. അതിന് ജനങ്ങൾക്കൊരു നന്ദി ഞാൻ പറയുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി വരാൻ പോകുന്നത് നിയമസഭ ഇലക്ഷനാണ്. അതിലും എന്താ പറയുക, ജനങ്ങൾ ഫുള്ള് പറയുന്നത് എന്താണ്, LDFന് വോട്ട് കൊടുക്കില്ല, UDFന് ഒരു വോട്ട് കൊടുക്കുള്ളൂ. അടുത്ത നിയമസഭ ഇലക്ഷനിൽ ഒരു 100 സീറ്റിന് മുകളിൽ എന്താ പറയുക UDF എടുക്കും. UDF എടുത്തിട്ട് അടുത്തൊരു എന്താ പറയുക UDF സർക്കാരാവും വരിക. LDF വരൂല. കാരണം അത്രയും തന്തയില്ലായ്മയാണ് ഈ LDF ജനങ്ങളോട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ആദ്യം സ്ത്രീകളെ ശബരിമലയിൽ കയറ്റാൻ നോക്കി. ഏതോ ബിന്ദു അമ്മിണി എന്നൊക്കെ പറഞ്ഞ ഏതോ 2 വെടികളെയും വേശികളെയും കൊണ്ടുവന്നിട്ട് ഒരു ശബരിമലയിൽ കയറ്റാൻ നോക്കി. ശബരിമല സ്വർണ്ണപ്പാൽ എടുക്കാൻ നോക്കി. ഉണ്ടാക്കിയ റോഡ് തകർന്ന് നശിച്ച്. അങ്ങനെ ഒരുപാട് അഴിമതികൾ. ഈ പറഞ്ഞ PSC ഉദ്യോഗസ്ഥർക്ക്, PSC റാങ്കിലുള്ള ആൾക്കാർക്ക് ജോലി കൊടുക്കാത്ത പാർട്ടിയിലുള്ള അംഗങ്ങളെ ബാക്ക് കൂടെ കൊണ്ടുവന്ന് കുത്തിക്കയറ്റിട്ടും എന്താ പറയുക, ഇമാതിരി ഒരുപാട് തന്തിയില്ലായ്മ. അറിയാലോ, ദിലീപിന് വേണ്ടി ദിലീപിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ദിലീപിന് അനുകൂലമായിട്ട് വിധി പ്രസ്താവിക്കുന്ന ജഡ്ജിനെ വരെ കൊണ്ട് വന്നിട്ടും ഒക്കെ ആയിട്ടാണ് ഓരെന്ത് ചെയ്തിട്ടുള്ളത്, അഴിമതിയും ജനദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തതിനുള്ള താക്കീതാണ് ജനങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ചാനൽ ഇഷ്ടപ്പെടുന്നു സബ്സ്ക്രൈബ് ചെയ്യണം.